الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചു ഭയപ്പെട്ടു പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിത ഇടപാടുകളിലുടനീളം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് റൂഹ് ഏർപ്പെടുന്ന നേരം വരെയും നന്മയുടെ പാതയിൽ ഉറച്ചു നിൽക്കാൻ, അതുവഴി അല്ലാഹുവിനെ നിർവൃതിയോടുകൂടി കണ്ടുമുട്ടാൻ, നാളെ സച്ചരിതരോടൊപ്പം അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നൽകിയ ആയുസ്, അല്ലാഹു നൽകിയ ആരോഗ്യവും മറ്റ് അനുഗ്രഹങ്ങളുമൊക്കെ പടച്ചവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുമായി പങ്കുവച്ചത്. നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകവും നമ്മുടെ ഈ കാലവുമൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് തന്നെ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിനും ലൗകിക ജീവിതത്തിനും മനുഷ്യരിൽ വലിയ സ്വാധീനമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമായി തീരുകയും അത് കൂടുതൽ നേടുന്നവർ വിജയികളായി വിലയിരുത്തപ്പെടുകയും സൗകര്യങ്ങൾ വീണ്ടും വീണ്ടും വാരിക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ
മൂല്യങ്ങളും മനുഷ്യബന്ധങ്ങളും ധാർമ്മിക പരിധികളുമൊക്കെ അപ്രസക്തമായി തീരുകയും കുടുംബ ബന്ധങ്ങൾ പോലും ആ വിഷയത്തിൽ വ്യാപാരവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അറ്റമില്ലാത്ത ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ന്യായാന്യായതകളുടെയും ഹലാൽ ഹറാമുകളുടെയും പരിധികൾ അവഗണിക്കുകയും എന്ത് കൊള്ളരുതായ്മകളും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് അധിക മനുഷ്യരും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിത വീക്ഷണത്തിന് അധിക മനുഷ്യരും അടിപ്പെട്ടതിൽ അവര് മാത്രമല്ല പങ്കുള്ളത്, മറിച്ച് ലോക സാഹചര്യങ്ങളും ഇന്നത്തെ ജീവിക്കുന്ന ചുറ്റുപാടുകളുമൊക്കെ ഇത്തരമൊരു ജീവിത വീക്ഷണത്തിന് വലിയ പങ്കുവഹിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകത്ത് ഏറെ പ്രചാരത്തിലുള്ള ഭൗതിക മുതലാളിത്തം മനുഷ്യനെ ഇങ്ങനെയുള്ള ഒരു ജീവിത വീക്ഷണമാണ് അവനിൽ നിരന്തരമായി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാൽ ഈ കാണുന്ന ദുനിയാവിലെ ജീവിതം തന്നെയാണ്. ഇത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. പണ്ട് മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിന്റെ പ്രബോധനത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. പടച്ചവനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ റസൂലുള്ളാഹി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രതികരണമായി കൊണ്ട് ഖുർആൻ സൂറ അൽ-അൻആമിൽ 99-ാമത്തെ ആയത്തിൽ അവർ പറയുന്നുണ്ട്, ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഈ കാണുന്ന ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തന്നെയാണ്. ഇനിയൊരു പുനർജന്മം അല്ലെങ്കിൽ ഇനിയൊരു രണ്ടാമതൊരു ജീവിതം എന്ന് പറയുന്നത്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ വീണ്ടും ഒരു ജീവിതം എന്ന് പറയുന്നത് അതൊന്നും സംഭവിക്കാനുള്ളതല്ല. ഖുർആനിൽ സൂറത്തുൽ ജാസിയയിൽ ഇതേ കാര്യം തന്നെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു ആവർത്തിക്കുന്നുണ്ട്. അവരുടെ ഈ അന്തംകെട്ട നിലപാടിനെ സംബന്ധിച്ച് മാഹിയയില്ല ഹയാത്തുന ദുനിയ നമൂതു വ നഹ്യ. ജീവിതം എന്നാൽ ഇതല്ലാതെ മറ്റെന്ത് ജീവിതമാണ്? ജനനവും മരണവും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇതിനപ്പുറത്ത് ഒരു ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്നും ഞങ്ങൾ വെച്ച് പുലർത്തുന്നില്ല. ഞങ്ങളുടെ സുഖാസ്വാദനത്തിനുള്ള യഥാർത്ഥ വേദി എന്ന് പറയുന്നത് ഈ ലോകം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് പരമാവധി ആസ്വദിക്കണം, ഈ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും പരമാവധി അനുഭവിക്കണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിനുവേണ്ടി പരമാവധി ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടണം. എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഞാൻ അധ്വാനിച്ച് നേടുന്ന എന്റെ സമ്പത്ത് മാത്രം മതിയാകുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടേത് എങ്ങനെയെങ്കിലുമൊക്കെ കൈവശപ്പെടുത്തിയിട്ടാലും വേണ്ടില്ല എന്റെ ജീവിതം സുഖസമ്പൂർണമാകണം. അങ്ങനെ മറ്റുള്ളവന്റേത് കൈവശപ്പെടുന്നതിന്, അന്യായമായി മറ്റുള്ളവന്റേത് കൈവശപ്പെടുത്തുന്നതിന് മുമ്പിൽ അതിന് തടസ്സം പടച്ചവനും അവന്റെ നിർദ്ദേശങ്ങളുമാണെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ ഞാൻ സന്നദ്ധനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹജീവികളായ മനുഷ്യരോട് മറ്റ് പ്രത്യേകിച്ച് എന്തെങ്കിലും ബാധ്യതയൊന്നും എനിക്കില്ല. മറിച്ച് എന്റെ പ്രശ്നം എന്റെ സൗകര്യവും എന്റെ സുഖവും എന്റെ ആസ്വാദനങ്ങളുമാണ്. ഈ ഒരു ജീവിതത്തിനപ്പുറത്ത് ഒരു പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ലാത്ത അവിശ്വാസികളെ മാത്രമല്ല, അള്ളാഹുവിലും ആഖിറത്തിലുമൊക്കെ വിശ്വസിക്കുന്ന, ജസായിലും അദാബിലുമൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസികളെ പോലും ഈ ചിന്താഗതി, ഈ ഒരു മാനസികാവസ്ഥയിൽ പ്രായോഗിക ജീവിതത്തിൽ അകപ്പെട്ടു പോകുന്നില്ലേ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ചിന്താഗതിയും അതിനനുസരിച്ചുള്ള ജീവിത ഇടപാടുകളും അധിക മനുഷ്യരെയും സ്വാധീനിച്ചപ്പോൾ അതിന്റെ അനിവാര്യ ഫലമായി മനുഷ്യനിൽ വന്നു ചേരുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള, ആഖിറത്തിനെ സംബന്ധിച്ചുള്ള അശ്രദ്ധയിൽ മനുഷ്യൻ അകപ്പെടും എന്നതാണ്. ഗഫലത്ത് എന്നാണ് ഖുർആൻ അതിന് പ്രയോഗിച്ച പദം. മനുഷ്യൻ ഗഫലത്തിൽ അകപ്പെടും എന്നതാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടെടുത്ത് പരിശോധിച്ചാൽ, ഒരുപക്ഷെ നമ്മെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കിയാൽ അധിക മനുഷ്യരും ഈ ഗഫലത്തിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് വേണ്ടത്ര ഗൗരവത്തിൽ ചിന്തിക്കാതെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഗ്രിദൂൻ. മനുഷ്യർക്ക് അവരുടെ വിചാരണ, മനുഷ്യർക്ക് അവരുടെ കണക്കെടുപ്പ്, അവരുടെ ജീവിതത്തിന്റെ റെക്കോർഡ് സമർപ്പണം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും,
പക്ഷേ ദൗർഭാഗ്യവശാൽ വഹും ഫീ ഗഫലത്തിൻ മുഗ്രിദൂൻ, അവർ തികഞ്ഞ അശ്രദ്ധയിലാണ് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. അവർ തികഞ്ഞ അശ്രദ്ധയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അശ്രദ്ധയിൽ അവർ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവധി, നിശ്ചയിക്കപ്പെട്ട നിശ്വാസം, അനുവദിക്കപ്പെട്ട ആയുസ് എപ്പോഴും അവസാനിക്കാം എന്ന് പലപ്പോഴും മനുഷ്യന് ബോധമില്ലാത്ത അവസ്ഥയാണ്. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഗഫലത്തിൽ കഴിഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള അശ്രദ്ധമായ ജീവിതത്തിന് അടിമകളായി അലസമായ ജീവിതം നയിച്ച് അങ്ങനെ മരണാസന്നനാകുമ്പോൾ വിരല് കടിക്കേണ്ടി വരികയും അന്ത്യദിനത്തിൽ ഖേദനത്തിനിടയാവുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു. രണ്ടിടത്ത് ഖുർആൻ സൂചിപ്പിച്ചത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ സംഭവിക്കാനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഗഫലത്താണ്. മനുഷ്യനെ പിടികൂടിയിട്ടുള്ള ഈ ഗഫലത്താണ്. ജീവിതത്തെക്കുറിച്ച്, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, എന്തിനാണ് അല്ലാഹു ഈ ലോകത്തേക്ക് തന്നെ പറഞ്ഞയച്ചത് എന്നതിനെ സംബന്ധിച്ച്, ആയുസ്സിന്റെ അമൂല്യതയെ സംബന്ധിച്ച്, ഗഫലത്തിൽ അകപ്പെട്ടതിന്റെ അനന്തരഫലമായിട്ടാണ് ഇങ്ങനെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണാസന്നനാകുന്ന വേളയിൽ വിരല് കടിക്കേണ്ടി വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളിലും ഇൻസുകളിലും പെട്ട അധിക ജനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നരകത്തിന് വേണ്ടി ഒരുപാട് ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യഫ്ഖഹൂന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ ആവശ്യമായ ഹൃദയം അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ദുനിയാവിൽ നേടാനുള്ള സുഖ സൗകര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ആ അല്ലാഹു നൽകിയ ബുദ്ധിശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പടച്ചവൻ നൽകിയ മനസ്സും മസ്തിഷ്കവും അവർ പ്രയോജനപ്പെടുത്തിയത് ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തിക്കാൻ മാത്രമാണ്. ഐഹിക ജീവിതം എങ്ങനെ സുഖകരവും സമ്പൂർണവുമാക്കാൻ അല്ലെങ്കിൽ സൗകര്യപൂർണമാക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് മാത്രമേ അവരുടെ ചിന്തയും പരിശ്രമങ്ങളും അധ്വാനവും അവർ ചെലവഴിച്ചുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ, അല്ലാഹു അവർക്ക് കണ്ണുകൾ നൽകിയിരുന്നു. പക്ഷേ കണ്ണും കാഴ്ചശക്തിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐഹിക ലോകത്തിന്റെ വർണ്ണപ്പകിട്ടും അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ ആർഭാടങ്ങളും മാത്രം നോക്കിക്കാണാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഈ ക്ഷണിക ജീവിതത്തിനപ്പുറത്ത് വരാനിരിക്കുന്ന ശാശ്വതമായ മരണാനന്തര ജീവിതത്തിലേക്ക് കണ്ണയക്കാൻ അല്ലാഹു നൽകിയ കണ്ണുകൾ അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ആഖിറത്തിലേക്ക് കണ്ണയക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ലഹും ഖുലൂബ് ലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണ് പ്രയോജനപ്പെടേണ്ടിടത്ത് പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം നോക്കിക്കാണാൻ, അതിന്റെ നാദനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ പടച്ചവൻ നൽകിയ വലിയ അനുഗ്രഹമായ ആ കണ്ണുകൾ അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അല്ലാഹു പറയാണ്, വലഹും ആദാനുൻ ലാ യുബ്സിറൂന ബിഹാ, റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കാതുകൾ നൽകിയിരുന്നു, കേൾവി ശക്തി നൽകിയിരുന്നു. പക്ഷേ അവർ കാതുകൾ കൊണ്ട് കേട്ടതും കേൾക്കാൻ താല്പര്യപ്പെട്ടതും ഒക്കെ ഭൗതിക ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു. നാഥന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യപ്രബോധകരുടെയും ഒക്കെ ഉപദേശങ്ങൾക്ക് ചെവിക്കൊള്ളാൻ അവർ സന്നദ്ധരായില്ല. കാരണം അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നത്, അതിനൊരൽപ്പ സമയം ചെലവഴിക്കുന്നത് തങ്ങളുടെ ദുനിയാവിലെ താല്പര്യങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ടാക്കുമെന്നവർ ആശങ്കപ്പെട്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ച് അവർ അശ്രദ്ധരായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിൽ അകപ്പെട്ട ജനവിഭാഗമായിരുന്നു. ഈ ഗഫലത്താണ് അവരെ പിടികൂടിയിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഗഫലത്ത് ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം സത്യത്തോടും ധർമ്മത്തോടും ഒക്കെ ഒരു തരത്തിലുള്ള നിഷേധാത്മകമായ സമീപനമായിരിക്കും സംഭവിക്കുന്നത്. കാരണം ഈ ഗഫലത്ത് ഒരു മനുഷ്യൻ അകപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഗഫലത്തിൽ ഒരു മനുഷ്യൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നത് അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടാൻ വേണ്ടി പടച്ചവൻ നൽകിയ ഈ ബുദ്ധിയും കണ്ണുകളും കാഴ്ചകളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് സീൽ വെക്കുമെന്നാണ്. ഉലൈക അല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം വസംഇഹിം വഅബ്സാരിഹിം വഉലൈക ഹുമുൽ ഗാഫിലൂൻ. സൂറത്തുൻ നഹ്ൽ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും ചിന്താശേഷിക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖത്തമ വെക്കുമെന്ന്.
ഉലൈകല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ശക്തികളൊക്കെ അല്ലാഹു മുദ്രവെക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ഒരു ഗതികേടിലേക്ക് അവർ എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ദുനിയാവിലെ ക്ഷണിക ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിലും അതിന്റെ അലങ്കാര ആർഭാടങ്ങളിലും മനം മറന്നും മതിമയങ്ങിയും കഴിഞ്ഞുകൂടിയതാണ് അവർക്ക് സംഭവിച്ച ദുര്യോഗത്തിന് കാരണമെന്ന് അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ അല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള ആയത്തിൽ, ذَلِكَ بِأَنَّهُمْ مُسْتَحَبُّ الْحَيَاةَ الدُّنْيَا عَلَى الْآخِرَةِ ذَلِكَ بِأَنَّهُمْ مُسْتَحَبُّ الْحَيَاةَ الدُّنْيَا عَلَى الْآخِرَةِ അവർ ആഖിറത്തിലെ ജീവിതത്തെക്കാളും അവർ സ്നേഹിച്ചത്, അവർ തൃപ്തിപ്പെട്ടത്, അവർ തൃപ്തിയടഞ്ഞത് ദുനിയാവിനെ സംബന്ധിച്ചാണ്. ഇസ്തഹബ്ബുൽ ഹയാത്ത ദുനിയ, ദുനിയാവിലെ ജീവിതത്തോടാണ് അവർക്ക് ആഖിറത്തിനേക്കാളും കൂടുതൽ സ്നേഹമുണ്ടായത്. ഞാൻ പറയുന്നത് മുതലാളിത്ത സംസ്കാരത്തിന്റെ ഇന്ന് വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഭൗതിക മുതലാളിത്ത സംസ്കാരത്തിന്റെ സ്വാധീന ഫലമായി നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ അധിക മനുഷ്യരും ഈ ഒരു ഗുരുതരമായ പതനത്തിന്റെ പാതയിലാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. യഅലമൂന ളാഹിറൻ ഫിൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറത്തി ഹുമുൽ ഗാഫിലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൂറത്തുർ റൂമിൽ പറയുന്നുണ്ട്. യഅലമൂന ളാഹിറൻ ഫിൽ ഹയാത്തി ദുനിയ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഐഹിക ജീവിതത്തിന്റെ പുറംമോടിയിൽ മാത്രമാണ് അഭിരമിക്കുന്നത്. അവർ ഈ പുറംമോടി മാത്രമേ അവർ കാണുന്നുള്ളൂ. അതേസമയം വഹും അനിൽ ആഖിറത്തി ഹും ഗാഫിലൂൻ, വരാനിരിക്കുന്ന ആന്ത്യദിനത്തെ സംബന്ധിച്ച് അവർ തികഞ്ഞ അശ്രദ്ധയിലാണ്. ദുനിയാവിന്റെ പളപളപ്പും ദുനിയാവിന്റെ മിനുമിനുപ്പും അതിന്റെ അലങ്കാരങ്ങളും ആർഭാടങ്ങളും മാത്രമേ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗഫലത്തിൽ അകപ്പെട്ടവരെ സംബന്ധിച്ച് പടച്ചവൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിന് തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയല്ലോ. ആ കാലത്തിന്റെ പുലർച്ചയാണോ നമ്മൾ ഈ ജീവിക്കുന്ന കാലം എന്ന് നമ്മൾ ന്യായമായും സംശയിച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, യഅതി അലന്നാസി സമാനുൻ, എന്റെ ജനങ്ങൾക്ക് ഒരു കാലം വരും. യഅതി അലന്നാസി സമാനുൻ, ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? ഹിമ്മത്തുഹും ബുതൂനുഹും വശറഫഹും മതാഹും വഖിബ്ലത്തുഹും നിസാഉഹും വദീനുഹും ദറാഹീമുഹും വദീനാനീറുഹും. ജനങ്ങൾക്ക് ഒരു കാലം വരും, അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശ്രദ്ധ എന്ന് പറയുന്നത് ഹിമ്മത്തുഹും ബുതൂനുഹും, അവരുടെ വയറിലായിരിക്കും. ആസ്വദിക്കുക, അനുഭവിക്കുക, തിന്നു കുടിച്ച് മതിച്ച് രമിച്ച് തിമിർത്ത് ജീവിതം ഇങ്ങനെ കളി വിനോദങ്ങളിൽ ആസ്വാദനങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഷറഫഹും മതാഹും, അവർ മേന്മ നടിക്കുന്നത്, അവർ മികവ് പ്രകടിപ്പിക്കുന്നത്, അവർ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാണെന്ന് മേനി നടിക്കുന്നത് ഭൗതികമായ വിഭവങ്ങളുടെ കാര്യത്തിലായിരിക്കും. വഖിബ്ലത്തുഹും നിസാഉഹും, അവരുടെ ഖിബ്ല എന്ന് പറയുന്നത്, അവരുടെ പ്രധാനമായ ഫോക്കസ് എന്ന് പറയുന്നത് സ്ത്രീകളിലായിരിക്കും, അല്ലെങ്കിൽ ലൈംഗികമായ കാര്യങ്ങളിലായിരിക്കും. വദീനുഹും, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീന്, അവരെ നയിക്കുന്ന ചിന്താഗതി എന്ന് പറയുന്നത് ദറാഹീമുഹും വദനാനീറുഹും, ദിർഹമുകളും ദീനാറുകളുമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഉലൈക ശർറുൽ ഖൽഖ്, ഇവരാണ് സൃഷ്ടികളിൽ ഏറ്റവും കൊള്ളരുതാത്തവർ. ഇങ്ങനെ ഒരു ജീവിത വീക്ഷണത്തിന് അടിപ്പെട്ട മനുഷ്യരെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ഇവരാണ് ഉലൈക ശർറുൽ ഖൽഖ് ലാ ഹലാക ലഹും ഇൻദല്ലാഹ്, പടച്ചവന്റെ അടുത്ത് ഒരു വിഹിതത്തിനും അർഹതയില്ലാത്ത വിധം സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരായവർ, ഏറ്റവും കൊള്ളരുതാത്തവർ അവരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയമുള്ളവരെ, നാം ആലോചിക്കുന്നത് നിഷേധികളെന്നോ വിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ നിലപാടുകളെയും ജീവിതത്തെയും ഒക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ ആ കാലം ഈ കാലം തന്നെയല്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകും. ചുറ്റുപാടുള്ള മനുഷ്യർ, സഹജീവികൾ കയറിക്കിടക്കാൻ കൂരയില്ലാതെ, അതുപോലെ തന്നെ അന്നത്തിന് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ദാഹിച്ചു വലയുമ്പോൾ നമ്മളുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ച വിഹിതം അത് വേണ്ട വിധം കൊടുത്തു വീട്ടാൻ തയ്യാറാകാതെ, എന്ന് പറഞ്ഞാൽ സക്കാത്തിനെ സംബന്ധിച്ചും സദക്കകളെ കുറിച്ചും അശ്രദ്ധ പുലർത്തിക്കൊണ്ട് പാവങ്ങളുടെ, അവശരുടെ, ദുർബലരുടെ, വിഭവങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ തയ്യാറാകാതെ അവരുടെ ചോര ഊറ്റിക്കുടിക്കുന്നതിനെ കുറിച്ച്, അവരുടെ അവസാനത്തെ അവരുടെ വിയർപ്പ് പോലും ഊറ്റിക്കുടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഭൗതിക മുതലാളിത്ത സംസ്കാരം സ്വാർത്ഥത മുഖമുദ്രയാക്കിയ മനുഷ്യനെ പറ്റി, സ്വന്തത്തെ കുറിച്ച്, സ്വന്തം വയറിനെ കുറിച്ച് മാത്രം, സ്വന്തം അന്നത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ ഐഹിക സമൃദ്ധിയിൽ ഊറ്റം നടിക്കുകയും മനുഷ്യന്റെ മഹത്വത്തിനും നിന്ദ്യതക്കുമൊക്കെ സൗകര്യങ്ങൾ, ഭൗതിക വിഭവങ്ങൾ മാനദണ്ഡമാക്കുകയും ചെയ്യുന്ന ഒരു കാലം. ഷറഫഹും മതാഹും, മനുഷ്യൻ മറ്റുള്ളവരെക്കാൾ തന്നെ ശ്രേഷ്ഠനായി കണക്കാക്കുന്നത്, ഞാൻ അവനേക്കാളും മികച്ചവനാണ് എന്ന് മേനി നടിക്കുന്നത് ഭൗതിക വിഭവങ്ങളിൽ അഴിക്കുക, അല്ലെ?
ഭൗതിക വിഭവങ്ങളിലായിരിക്കുക. പരസ്പരം മികവ് തെളിയിക്കാൻ വേണ്ടി ഭൗതിക വിഭവ ശക്തിയെ പെരുപ്പിച്ച് കാണിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ പൊലിപ്പിച്ച് കാണിക്കുന്നവർ. സൂറത്തുൽ കഹ്ഫിൽ ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ. അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ, ഞാൻ നിന്നേക്കാൾ മികച്ചവനാണ് എന്നതിന് അയാൾ പറയുന്ന അവകാശവാദം, എനിക്ക് നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്നേക്കാളും ശക്തനാണ്, ഞാൻ നിന്നേക്കാളും പ്രാപ്തനാണ്, ഞാൻ നിന്നേക്കാളും ശ്രേഷ്ഠനാണ്. കാരണം അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ, എനിക്ക് നിന്നേക്കാളും ആളും അർത്ഥവും ഉണ്ട് എന്നതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിന്നേക്കാളും ആളും മാലും എന്റെ കയ്യിലുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ നിന്നേക്കാളും ശ്രേഷ്ഠനാകുന്നത് എന്ന ഒരു വിചാരം. വഖിബിലത്തുഹും നിസാഉഹും, ലൈംഗികത, നിർലജ്ജത, അതിൽ തന്നെ ധാർമ്മികതയും മൂല്യങ്ങളും ഒന്നും പരിഗണനീയമല്ലാതായി തീരുന്ന അവസ്ഥ. നിർലജ്ജതയും അശ്ലീലതയും ഒക്കെ, ആഭാസതരങ്ങളും സകലവിധ തോന്നിവാസങ്ങളും ഒക്കെ സാർവത്രികമായി തീർന്ന സാഹചര്യം. സ്വാഭാവികമായും അതിന്റെ അനന്തരഫലമായി ലൈംഗികമായ അരാജകത്വം, ധാർമ്മികമായ തകർച്ചകൾ, മാരകമായ മാറാരോഗങ്ങളൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ലോകത്തെ വീക്ഷിച്ചു കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, ഒരുപാട് സാംസ്കാരിക നാഗരികതയുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മുടെ നാട് പോലും സദാചാരത്തിന്റെ കാര്യത്തിൽ, ഈ പറഞ്ഞ ധാർമ്മികതയുടെ കാര്യത്തിൽ എവിടെ എത്തി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്, ഖിബലത്തുഹും നിസാഉഹും, അവരുടെ ഖിബല എന്ന് പറയുന്നത്, അവരുടെ മുഖ്യ ശ്രദ്ധ എന്ന് പറയുന്നത്, അവർ തിരിഞ്ഞു നിൽക്കുന്നത് ലൈംഗികതയുടെ, സ്ത്രീകളുടെ ലൈംഗികമായ ആഭാസത്തരങ്ങളുടെ, അശ്ലീലതകളുടെ, സ്വന്തം കാമം ശമിപ്പിക്കാൻ ഏത് വൃത്തികെട്ട മാർഗവും അവലംബിക്കാവുന്ന വിധം സദാചാരത്തിന്റെ തകർച്ച സംഭവിച്ച കാലത്തെക്കുറിച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയാണ്. വദീനുഹും ദറാഹീമുഹും വദനാനീറുഹും, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീൻ എന്ന് പറയുന്നത് ദിർഹമുകളും ദീനാറുകളുമായിരിക്കും. അത് നേടുന്നതിൽ മറ്റുള്ളതൊക്കെ അവഗണിക്കും. പടച്ചവനും പ്രവാചകനും പരലോകവും ഒക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ വ്യാപകമാകും. മറ്റുള്ളവന്റെ കൈവശമുള്ളത് കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ ഒരു ധാർമ്മിക മര്യാദകളും പാലിക്കപ്പെടാത്ത കാലം, എന്ത് തോന്നിവാസങ്ങളും ന്യായീകരിക്കാവുന്ന കാലം. ഈ ഒരു കാലത്തും ലോകത്തുമാണ് പ്രിയമുള്ളവരെ നമ്മളും നമ്മുടെ മക്കളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. നല്ല ജാഗ്രതയും തികഞ്ഞ സൂക്ഷ്മതയും നല്ല ദൃഢവിശ്വാസവും കൂടി നമുക്ക് കൂട്ടിനില്ലെങ്കിൽ ഈ വൃത്തികെട്ട സംസ്കാരത്തിന്റെ, ഈ മ്ലേച്ഛമായ സംസ്കാരത്തിന്റെ സ്വാധീനം നമ്മെയും പിടികൂടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തത്വത്തിൽ നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ എതിരാണ്. കാരണം നമുക്കൊരു പടച്ചവനുണ്ട്, പ്രവാചകനുണ്ട്, പരലോകമുണ്ട്, ഹിസാബുണ്ട്, ജസാവുണ്ട്, അദാബുണ്ട്, സ്വർഗവും നരകവും ഒക്കെ നമുക്ക് തത്വത്തിലുണ്ടെങ്കിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിന്റെയൊക്കെ സ്വാധീനങ്ങൾ ഏത് നിമിഷവും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അഥവാ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും ഈ ഗഫലത്തിൽ നമ്മളും അകപ്പെടാനുള്ള സാധ്യതയെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇസ്ലാമിക ജീവിത വീക്ഷണം. പടച്ചവൻ നമുക്കൊരു ജീവിത വീക്ഷണം നൽകിയിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം അത് കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. അംബിയ മുർസലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് അത് പകർന്നു നൽകിയിട്ടുണ്ട്. ആ ജീവിത വീക്ഷണം നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ ആഴത്തിൽ അടിയുറക്കുകയും നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്ത, നമ്മുടെ ആയുസ് എന്തിനായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിചാരം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ഈ ജീവിതത്തിനപ്പുറത്ത് നമ്മൾ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസം ഏത് നിമിഷവും നിലച്ചു പോയാൽ ഈ ജീവിതത്തിനപ്പുറത്ത് വരാനിരിക്കുന്ന അനശ്വരമായ പാരത്രിക ജീവിതത്തിലേക്ക് കണ്ണയക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ ഈ ഗഫലത്തിൽ നിന്ന്, ജീവിതത്തെ സംബന്ധിച്ച ഈ അശ്രദ്ധയിൽ നിന്ന്, അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന സകല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു നേരിയ അശ്രദ്ധ പോലും, ഒരല്പനേരത്തെ ജാഗ്രത കുറവ് പോലും വലിയ അപകടം നമുക്ക് വരുത്തി വെക്കുമെന്ന് ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബോധം, ഞാൻ പറഞ്ഞല്ലോ, പടച്ചവരിലും പരലോകത്തിലും പ്രവാചകന്മാരിലും ഗ്രന്ഥങ്ങളിലും മലായിക്കത്തുകളിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ കാര്യങ്ങളായി എണ്ണിപ്പറഞ്ഞ ആ വിശ്വാസ കാര്യങ്ങൾ ഹൃദയത്തിന്റെ ബോധ്യമായി തീരുന്ന അവസ്ഥ ഒരു കേവല വിശ്വാസം എന്നതിനപ്പുറത്ത് ഹൃദയ ബോധ്യമായി തീരുകയും ജീവിത ഇടപാടുകളെ നിയന്ത്രിക്കുന്ന കരുത്തുറ്റ ബോധ്യമായി അത് നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ, ഈ ബോധം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മരണവേളയിലും നാളെ മരണാനന്തര ജീവിതത്തിലും വിരല് കടിക്കുകയും വിലപിക്കുകയും ചെയ്യേണ്ട ദുരവസ്ഥ പ്രിയമുള്ളവരെ നമുക്ക് വന്നു ചേരും എന്ന് നമ്മൾ ഭയപ്പെടണം. വഖ്തറബൽ വഅദുൽ ഹഖ്, വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, വഖ്തറബൽ വഅദുൽ ഹഖ്, ആ സത്യമായും ആ വാഗ്ദത്ത സമയം ആസന്നമായി കഴിഞ്ഞാൽ ഫഇദാ ഹിയ ഷാഹിസത്തുൻ അബ്സ്വാറുൽ ലദീന കഫറു യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളോടൊക്കെ പുറംതിരിഞ്ഞുന്ന ആളുകളെ സംബന്ധിച്ച് അത് പറയുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേരെ, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിന് നേരെ, പടച്ചവനോടും പടച്ചവന്റെ കൽപ്പനകളോടും നേരെ
പുറംതിരിഞ്ഞുന്ന ആളുകളുടെ ഗതികേടിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ആസന്നമായ സത്യമായ വാഗ്ദാന സമയം ആസന്നമായി കഴിഞ്ഞാൽ കണ്ണുകളൊക്കെ ഭയപ്പെട്ടുകൊണ്ട് സത്യത്തോട് പുറംതിരിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ യാഥാർത്ഥ്യം സംബന്ധിച്ച് അശ്രദ്ധരായവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണുകളൊക്കെ തുറച്ചു വരുന്ന ഒരു ദിവസം, ഭയപ്പെട്ടുകൊണ്ട് തുറച്ചു വരുന്ന ദിവസം അവര് വിലപിക്കുകയാണ്, യാ വൈലന, ഞങ്ങളുടെ നാശമേ, കത് കുന്നാഫി ഗഫലത്തിൻ മിൻ ഹാദാ, ഞങ്ങൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ഗഫലത്തിലകപ്പെട്ടു പോയല്ലോ, അശ്രദ്ധയിലകപ്പെട്ടു പോയല്ലോ, ബൽ കുന്നാ ളാലിമീൻ, അതുവഴി ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് ഈ പറഞ്ഞ രീതിയിൽ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ വിലാപം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. പക്ഷെ അങ്ങനെ ഒരു വിലാപം കൊണ്ട്, അങ്ങനെ ഒരു വിരൽ കടിച്ചത് കൊണ്ട്, അങ്ങനെ ഒരു ഖേദപ്രകടനം കൊണ്ട് പ്രത്യേകിച്ചൊരു ഫലവുമില്ലല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിന്റെ യാത്ര, യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ യാത്ര ആരംഭിക്കുകയാണല്ലോ. അതുമൂലം അതിന്റെ ഓരോ ഘട്ടത്തിലും ഈ ദുനിയാവിലെ ജീവിതത്തിൽ പുലർത്തിയ ഗഫലത്തിന്റെ പേരിൽ ഈ അശ്രദ്ധയെക്കുറിച്ച് മനുഷ്യൻ നിരന്തരം വിലപിക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ അവസ്ഥ ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുകയാണ്. വിചാരണയ്ക്ക് വേണ്ടി നമ്മളൊക്കെ മുഴുവൻ മനുഷ്യരും ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സകല മനുഷ്യരും സ്വന്തം കുഴിമാടങ്ങളിൽ നിന്ന്, സ്വന്തം ബർസഖുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ ഈ കാര്യം അല്ലാഹു പറയുന്നുണ്ട്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്, ഓരോരുത്തരും എഴുന്നേറ്റ് വരും, കൂടെ ഒരു തെളിക്കുന്നവനും ഉണ്ടായിരിക്കും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മലക്കുകളോട് പറയാണ്, ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഇതാക് ഫബസറുക യൗമ ഹദീദ്. എല്ലാ മറകളും അവിടെ നീങ്ങുകയാണ്, എല്ലാ മറകളും നീക്കപ്പെടുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കാൻ, അവരുടെ കണ്ണുകൾ ഫകശഫനാ അൻക ഇതാക് ഫബസറുക യൗമ ഹദീദ്, കണ്ണുകൾ വളരെ മൂർച്ചയേറിയതാണ്. ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു പുനരുജ്ജീവനത്തെ സംബന്ധിച്ച് നീ കബറടക്കപ്പെട്ട ഈ കുഴിമാടത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുന്ന ഈ നാളിനെ സംബന്ധിച്ച് ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, തികഞ്ഞ അശ്രദ്ധയിലായിരുന്നല്ലോ വിഡ്ഢിയായ മനുഷ്യ നിന്റെ ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നത്. ഭൗതിക ജീവിതത്തിന്റെ മിനുമിനുപ്പിൽ, അതിന്റെ പളപളപ്പിൽ, അതിന്റെ ആർഭാടങ്ങളിൽ, അതിന്റെ ആനന്ദങ്ങളിൽ, അതിന്റെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്നും മനം മയങ്ങിയും ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോ ഇങ്ങനെ ഒരു പുനരുജ്ജീവനത്തെ സംബന്ധിച്ച് തികഞ്ഞ അശ്രദ്ധയിലാണല്ലോ വിഡ്ഢിയായ മനുഷ്യ നീ കഴിഞ്ഞുകൂടിയത്. എല്ലാ മറകളും നീങ്ങുകയും അവന്റെ കണ്ണുകൾ വളരെ മൂർച്ചയേറിയതായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ വെച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ, ജീവിതത്തെ നോക്കിക്കാണാൻ നിന്റെ കണ്ണുകൾ നിനക്ക് ഉപയോഗപ്പെട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ നിന്റെ കണ്ണുകൾ നീ പ്രയോജനപ്പെടുത്തിയില്ല. പക്ഷേ ഇന്ന് ഇതൊക്കെ നേരിൽ കാണുമ്പോ നേരിൽ കാണാൻ മാത്രം മൂർച്ചയുള്ളതായി തീർന്നിരിക്കുകയാണ്. ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ നിസ്സാരതയും ക്ഷണികതയും ഒക്കെ അവിടെ വെച്ച് ബോധ്യപ്പെടുമ്പോ പക്ഷേ മനുഷ്യൻ അതുകൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ എന്നാണ്. ദുനിയാവിലെ കർമ്മഫലമായി നരകാവകാശികളായി തീരുന്ന മനുഷ്യരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു സംഭാഷണകലം പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അല്ലാഹ് ചോദിക്കുമ്പോഴും കാലകം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, എത്ര കാലം കഴിഞ്ഞു കൂടിയടോ മനുഷ്യ ദുനിയാവിൽ, എത്ര കാലം കഴിഞ്ഞു കൂടി ദുനിയാവിൽ. അപ്പൊ മനുഷ്യൻ പറയുമ്പോഴും കാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, പഠിച്ചവരെ വളരെ കുറച്ച് അവസരം കിട്ടിയിട്ടുള്ളൂ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരല്പ സമയം, കുറച്ച് സമയം, അത്ര മാത്രമേ എനിക്ക് ദുനിയാവിൽ കഴിയാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ എന്ന് മനുഷ്യൻ പറയുമാണ്. എന്ന് പറഞ്ഞാൽ 70 80 ഒക്കെ കൊല്ലം ദുനിയാവിൽ ജീവിച്ച മനുഷ്യൻ ആഖിറത്തിൽ എത്തുമ്പോ അവന് തോന്നുകയാണ് അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന്, അത്ര നിസ്സാരമായിരുന്നു ദുനിയാവ് ആഖിറത്തുമായി താരതമ്യം ചെയ്യുമ്പോ എന്ന് അവിടെ തോന്നണം. അല്ലാഹ് ചോദിക്കുമ്പോഴും ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീലൻ ലൗ അന്നകും കുൻതും തഅലമൂൻ, അങ്ങനെ ശരി കുറച്ചെങ്കിലും നിനക്ക് കിട്ടിയല്ലോ, കുറച്ചെങ്കിലും താമസിച്ചു എന്നിട്ടുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് അന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു, ഇപ്പോൾ ഖേദിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പടച്ചവൻ ചോദിക്കുമ്പോഴും അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചോ, നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നോ ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു പ്രത്യേകിച്ചൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ കളിയായി നിങ്ങൾ അങ്ങോട്ട് പടച്ചു വിട്ടതാണ് ദുനിയാവിലേക്കെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? നിങ്ങൾ നമ്മിലേക്ക് വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് ഒരു തിരിച്ചുവരവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ബോധവാന്മാരായില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ചോദ്യം അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, ഒരുപാട് സൃഷ്ടിജാലങ്ങളെ, ജന്തുജീവജാലങ്ങളെ പടച്ചുവിട്ടപ്പോ എന്നാ പിന്നെ 2 കാലിൽ നടക്കുന്ന ഒരു വെറൈറ്റി ഉൽപ്പന്നം ഇതും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹ് ഒരു വിനോദത്തിന് വേണ്ടി പടച്ചുവിട്ടതാണ് മനുഷ്യ
നിന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. യാ ഹസിബതും അന്നമാ ഖലഖനാകും അബസ, ഒരു ഉദ്ദേശവുമില്ലാതെ പടച്ചുവിട്ട ഒരു പടപ്പ് മാത്രമായിരുന്ന മനുഷ്യ നീ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, അങ്ങനെയാണോ നീ ധരിച്ചു വെച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. നമ്മിലേക്ക് ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ബോധ്യമില്ലാതെയല്ലേ നിന്റെ ജീവിതം കഴിഞ്ഞു പോയത് എന്ന ആ ഒരു ദുരവസ്ഥ, അള്ളാഹുവിന്റെ ആ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ജീവിതത്തെ സംബന്ധിച്ച്, ആയുസ്സിനെ സംബന്ധിച്ച്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, ആരോഗ്യങ്ങളെ സംബന്ധിച്ച് തികഞ്ഞ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി, തികഞ്ഞ സൂക്ഷ്മതയോടും കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അശ്രദ്ധയും അലസതയും നിഷ്ക്രിയത്വവും ഒക്കെ തീർച്ചയായും നമുക്ക് നാളെ ഖേദിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും അല്ലാഹു നൽകിയ അവസരങ്ങളും ഒക്കെ നമ്മുടെ തന്നെ പാരത്രിക വിജയത്തിന് വേണ്ടി ആഖിറത്തിലേക്കുള്ള കരുതിവെപ്പുകളാക്കി തീർക്കാൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.